സെവൻത് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നോണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാഘോഷവും മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പരിപാടികളുടെ ഉദ്ഘാടനം പത്തനാപുരം MLAയും സംസ്ഥാന മലയാളിയെ സംബന്ധിച്ച് നമ്മുടെ പുതുവത്സരം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെ കാലത്തിന്റെയും പുതുവത്സരം തുടങ്ങുകയാണ്. കർക്കിടക മാസത്തിലെ പഞ്ഞമെല്ലാം മാറി ഐശ്വര്യത്തിന്റെ ചിങ്ങമാസത്തിലേക്ക് കാലെടുക്കുന്ന ദിവസം മലയാളിയുടെ പുതുവത്സരമാണ്. സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് നന്മകളും ഒരുപാട് വിജയങ്ങളും ഉണ്ടാകുന്ന പ്രാർത്ഥനയോടെ നവവത്സരങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് കർഷക ദിനമായി കേരളത്തിലെ ഗവൺമെൻറ് കൃഷി വകുപ്പ് സംസ്ഥാനമൊട്ടുക്കും ഈ ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനമായി ആചരിക്കുക. അനേക വർഷങ്ങളായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ക്ഷണിച്ചു വരുത്തി അവരെ ആദരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങാണ്. കാരണം കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കൃഷി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരം. നമുക്കറിയാം, കേരളം എടുത്ത് പരിശോധിച്ചാൽ ഒരു 60-70 വർഷം മുമ്പ് നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ വിരലിലുണ്ടാകുന്ന ഫാക്ടറികളേ ഉള്ളൂ. പിന്നെ കൊല്ലം ജില്ലയിലെ കശുവണ്ടി ഫാക്ടറികൾ. ഇതൊഴിച്ചാൽ വ്യവസായം ചെയ്ത് ജീവിക്കുന്നവരെ എണ്ണം വളരെ കുറവാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാർ നിർവഹിച്ചു. അതിർത്തിയിൽ നമ്മളെ കാക്കുന്നത് ജവാന്മാരെങ്കിൽ അന്നം മുട്ടാതെ നമ്മെ കാക്കുന്നത് കർഷകരാണ്. ഇടനിലക്കാരിൽ നിന്ന് കർഷകർക്കുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S തുളസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ രാം മോഹൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി മികച്ച കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിത രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ ഡോക്ടർ പുനലൂർ സോമരാജൻ വിശിഷ്ട അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീമ ഷാജഹാൻ, K സുലോചന, ബൽക്കീസ് ബീഗം, K മധു, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോളൂർ എന്നിവർ സംസാരിച്ചു. പത്തനാപുരം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന കാർഷിക സെമിനാറിൽ കൂൺ കൃഷിയിലൂടെ വരുമാന വർധനവ് എന്ന വിഷയത്തിൽ ഏതൻസ് ഫാം ഫ്രഷ് ഓർഗാനിക് മഷ്റൂമും പ്രതിനിധി ബേബിക്കുട്ടി ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.